നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ തന്റേതായി ഇരിപ്പിടം സൃഷ്ടിച്ച താരങ്ങളാണ് മഞ്ജു വാര്യരും നയൻതാരയും. സ്ക്രീനിന് പുറത്ത് നല്ല സൗഹൃദം പങ്കുവയ്ക്കുന്ന താരങ്ങളാണ് ഇരുവരും. തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാറാണ് ഈ ഇരു നായികമാരും. കരിയറിൽ നയൻതാരയേക്കാൾ സീനിയറാണ് മഞ്ജു. പക്ഷേ വർഷങ്ങളുടെ ഇടവേള മഞ്ജു വാര്യർ കരിയറിൽ വന്നിട്ടുണ്ട്. ഇരുവരും കരിയറിൽ പരസ്പരം ഭീഷണിയാണെന്നാണ് സമൂഹമാധ്യമങ്ങളിലെ ചർച്ച. എന്നാൽ നയൻതാരയും മഞ്ജു വാര്യരും നല്ല സുഹൃത്തുക്കളുമാണ്. നയൻസിന്റെ ആരാധികയാണ് താനെന്ന് മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക്. പുതിയ ചിത്രം വേട്ടയാനിൽ സൂപ്പർ താരം രജനികാന്തിനൊപ്പമാണ് മഞ്ജു വാര്യർ അഭിനയിച്ചത്. ധനുഷ്, അജിത് എന്നീ താരങ്ങൾക്കൊപ്പം നടി ചെയ്ത 2 സിനിമകളും സൂപ്പർ ഹിറ്റാണ്. മലയാളത്തിനേക്കാളും മികച്ച സിനിമകൾ ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത് തമിഴകത്ത് നിന്നാണ്. തമിഴ് സിനിമാ ലോകവുമായി പെട്ടെന്ന് ഇഴകിച്ചേരാൻ മഞ്ജു വാര്യർക്ക് സാധിക്കുന്നു. തമിഴ് ഫിലിം ജേർണലിസ്റ്റുകളും യൂട്യൂബ് മീഡിയയിലെ പ്രമുഖ സാന്നിധ്യങ്ങളുമെല്ലാം മഞ്ജു വാര്യരെ പ്രശംസിക്കുകയാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുള്ള അന്തൻ എന്ന ഫിലിം ജേർണലിസ്റ്റ് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മഞ്ജു വാര്യർ വളരെ നല്ല നടിയാണെന്ന് അനന്തൻ പറയുന്നു. ധനുഷിന്റെ അഭിനയത്തെ വാഴ്ത്തുന്നത് പോലെ മഞ്ജു വാര്യരെയും പ്രശംസിക്കുന്ന തരത്തിൽ അവർ പെർഫോമൻസ് മികച്ചതാണ്. വേട്ടയാനിൽ വലിയ ഗെറ്റപ്പിലാണ് മഞ്ജു. സിനിമയ്ക്കും പാട്ടിനും അത് ഗുണം ചെയ്യുമെന്നും അന്തരൻ പറയുന്നു. മഞ്ജു വാര്യരുടെ ഡാൻസ് ചുവടുകൾ ഇന്ന് ഏവരും ആഘോഷിക്കുന്നു. ഓഡിയോ ലോഞ്ചിൽ മഞ്ജു വാര്യർ പറഞ്ഞത് ആശ്ചര്യകരമായി. കേരളത്തിലെ സിനിമകളിൽ എത്ര വലിയ നേട്ടം നേടിയെടുത്തവരാണ് അവർ. അങ്ങനെ ഒരാൾക്ക് രജനി സാറുടെ കൂടെ അഭിനയിക്കുക എന്നത് അനുഗ്രഹമായിരുന്നെന്ന് പറയുന്നു. കലാകാരനെ കലാകാരൻ ആരാധിക്കുന്നത് വലിയ കാര്യമാണെന്നും അന്തരൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ബാലുവും മഞ്ജു വാര്യരെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. തുനുവിന് എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത്. തുനുവിൽ നയൻതാര നായികയായേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ കഥാപാത്രം ചെയ്ത മഞ്ജു വാര്യർ 3 നയൻതാരയ്ക്ക് തുല്യമായ പെർഫോമൻസ് സിനിമയിൽ കാഴ്ചവെച്ചുവെന്നാണ് ചെയ്യാർ ബാലു പറഞ്ഞത്. തമിഴകത്ത് നിരവധി താരങ്ങളെക്കുറിച്ച് ചെയ്യാർ ബാലു, അന്തരൻ, സബിത ജോസഫ് തുടങ്ങിയ ഫിലിം ജേർണലിസ്റ്റുകൾ സംസാരിക്കാറുണ്ട്. പലപ്പോഴും മുൻനിര നായിക നടിമാരെക്കുറിച്ച് ഗോസിപ്പുകളും വിമർശനങ്ങളും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ മഞ്ജു വാര്യരെ പ്രശംസിച്ചാണ് മിക്ക വീഡിയോകളിലും ഇവർ സംസാരിക്കുന്നത്. തെന്നിന്ത്യൻ താരറാണി നയൻതാരയ്ക്കെതിരെ ഒന്നിലേറെ തവണ ഇരുവരും സംസാരിച്ചു. പൊതുവെ സിനിമകളുടെ പ്രൊമോഷന് നയൻതാര എത്താറില്ല. പ്രൊമോഷൻ നിർബന്ധമാണെങ്കിൽ ഒരു അഭിമുഖം ഷൂട്ട് ചെയ്ത് എല്ലാ മീഡിയകൾക്കും നൽകും. കോടികൾ പ്രതിഫലം വാങ്ങുന്ന നയൻതാരയുടെ നോ പ്രൊമോഷൻ പോളിസി തെറ്റാണെന്ന് ചിയാർ ബാലുവും അന്തരനും ഒരുപോലെ വാദിക്കാറുണ്ട്. അടുത്തിടെ നയൻതാരയെക്കുറിച്ച് തനിക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന പേരിൽ അന്തരൻ പറഞ്ഞ കാര്യങ്ങളിലും വലിയ തോതിൽ ചർച്ചയായിരുന്നു. കുട്ടികൾ പിറന്ന ശേഷം നയൻതാര സിനിമകളിൽ അഭിനയിക്കാൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെന്നാണ് അന്തരൻ പറഞ്ഞത്. 11 മണിക്ക് സെറ്റിലെത്തൂ, നിശ്ചിത സമയം മാത്രമേ സെറ്റിലുണ്ടാവൂ, മക്കളെ നോക്കുന്ന ആയമാരുടെ താമസ ചെലവും മറ്റും നിർമ്മാതാവ് വഹിക്കണമെന്നുമാണ് നയൻതാരയുടെ നിബന്ധനയെന്ന് അന്തരൻ വാദിച്ചു. പരാമർശം വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതേക്കുറിച്ച് നയൻതാര പ്രതികരിച്ചതുമില്ല. നയൻതാരയും അപ്പാർട്ട്മെന്റിലെ അയൽവാസികളും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്നാണ് അന്തരൻ ഒരിക്കൽ വാദിച്ചത്. ഒരു സുഹൃത്ത് മുഖേനയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും നയൻതാര പ്രത്യേക നിബന്ധനകളും ദേഷ്യവുമാണ് പ്രശ്നത്തിന് കാരണമെന്നും അന്തരൻ പറഞ്ഞിട്ടുണ്ട്.